ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 നടന്ന കൊല്ലം LDCയുടെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം. ഓപ്ഷൻ ബി മാലിദ്വീപാണ് ആൻസർ. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നിർണായക പങ്കുവഹിച്ചു. സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. ഈ വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി VP മേനോനാണ് ശരിയായ ഉത്തരം. താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ്? നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി ബ്രസൽസ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. സമത്വ സമാജം അയ്യങ്കാളി. നമുക്ക് എല്ലാവർക്കും അറിയാം, സമത്വ സമാജം ശ്രീനാരായണ ഗുരു 1889 സ്ഥാപിച്ചതാണ്. അപ്പോൾ ഇത് തെറ്റായ ഓപ്ഷനാണ്. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം 1917 വാഗ്ഭടാനന്ദൻ തന്നെ സ്ഥാപിച്ചതാണ്. അപ്പൊ അത് ശരിയാണ്, രണ്ടാമത്തെ ഓപ്ഷൻ. സഹോദര പ്രസ്ഥാനം ശ്രീനാരായണ ഗുരു. സഹോദര പ്രസ്ഥാനം K അയ്യപ്പൻ 1917 സ്ഥാപിച്ചതാണ്. അപ്പോൾ ഓപ്ഷൻ 1, 3 തെറ്റാണ്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട് 1908 ഇത് സ്ഥാപിച്ചത്. അപ്പം ഇതിന്റെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണെന്ന് രേഖപ്പെടുത്തുക. ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണെന്ന് രേഖപ്പെടുത്തുക. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നത്? ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണായക കമ്മീഷനെ നിയമിക്കുന്നത്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഇതിൽ ഉൾപ്പെടാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നത്? ഇത് ഉൾപ്പെടാത്ത പ്രസ്താവനയാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഞാനാണ് രാഷ്ട്രം ലൂയി 11. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് കഴിച്ചുകൂടെ മേരി അൻഡൈനറ്റ്. ഇതിൽ ശരിയായ ഉത്തരമാണ് നമ്മളോട് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും ശരിയായ ആൻസർ ആണ്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 ആണ്. പെൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെൻസുലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഓപ്ഷൻ സി ഗോദാവരിയാണ്. പ്രൈം മെറീഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്? പ്രൈം മെറീഡിയൻ കടന്നു പോകുന്നത് ഗ്രീൻവിച്ച് നഗരത്തിലൂടെയാണ്. 0 ഡിഗ്രി ദീർഘരേഖയാണ്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? കടന്നു പോകാത്ത സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരായന രേഖ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, മിസോറാം, ത്രിപുര. ഇതിൽ കടന്നു പോകാത്തത് ഒഡീഷയിൽ കൂടിയാണ്. എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? എൽ നിനോ എന്ന് പറയുന്നത് പസഫിക് ഓഷ്യന്റെ കിഴക്കൻ പ്രദേശത്ത് ഉണ്ടാകുന്ന അസാധാരണമായ ചൂടിനെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് പ്രധാനമായും ബാധിക്കുന്നത് തെക്കേ അമേരിക്കൻ പ്രദേശങ്ങളെയാണ്. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്ത്? വേനൽക്കാലത്ത് വടക്കൻ സമുദ്രങ്ങളിൽ വീശുന്ന
കാറ്റിന്റെ പേരാണ് ലൂ. കേരളത്തിലെ ആദ്യ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തൃശ്ശൂർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? വിദേശ കറൻസിക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതിയാണ് ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി എന്ന് പറയുന്നത്. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റി പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലുമുള്ള വർധനവ്, വരുമാന വർധനവ്, ഗ്രാമീണ അസമത്വം, തൊഴിൽ വർധനവ്. ഇതിൽ ശരിയല്ലാത്തത് എന്ന് പറയുന്നത് ഗ്രാമീണ അസമത്വമാണ്. ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത്. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ? വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക്, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ. ഇതില് വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങളും കുറഞ്ഞ വേതന നിരക്കുമാണ് സഹായിച്ച വസ്തുതകൾ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്. ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്കാണ് ശരിയല്ലാത്തത്. ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്? സ്വയം പദ്ധതി എന്തിനു വേണ്ടിയാണ് ഇന്ത്യൻ ഗവൺമെന്റ് വിഭാവനം ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വയം പദ്ധതി പൗരന്മാർക്ക് ഗുണമേന്മയുള്ള സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക എന്നതിനു വേണ്ടിയാണ് സ്വയം പദ്ധതി ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 18 ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്ത്? പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് ചെറുകിട സംരംഭകരെ സാമ്പത്തിക വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നതാണ്. ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നാണ് മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത്. താഴെ പറയുന്നവയിൽ ദേശീയ ലീഗ് സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെ? ദേശീയ ലീഗ് സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായശാലയിലെ തൊഴിലാളികൾക്കും ഭിന്നശേഷിക്കാർക്കുമാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഓൾ ദി എബോ ആണ് ശരിയായ ആൻസർ. 21 ക്യാൻസൽ ആയി പോയതാണ്. 22 ഭരണഘടന നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന ഏതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. തെറ്റാണ്. സഭയിൽ പ്രധാനമായും 8 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു. അത് ശരിയാണ്. അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ, മൗലിക അവകാശങ്ങൾ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ. ഇതില് നിർദ്ദേശക തത്വങ്ങൾ നമുക്കറിയാം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയും കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് തന്നെയാണ്. അപ്പോ ഓപ്ഷൻ സി ആണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവ? അർദ്ധ ഫെഡറൽ സമ്പ്രദായം, കേവല ഭൂരിപക്ഷ സമ്പ്രദായം, നിയമനിർമ്മാണ പ്രക്രിയ.
ഇതില് ക്വാസി ഫെഡറൽ സിസ്റ്റം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നല്ല എടുത്തിരിക്കുന്നത്, കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായം നിയമനിർമ്മാണ പ്രക്രിയയും എടുത്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് തന്നെയാണ്. അപ്പോ ഓപ്ഷൻ ഡി ആണ്, ബി ആണ് ഇതിലെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഭരണഘടനയുടെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന സഞ്ചാര സ്വാതന്ത്ര്യം, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം. ഇതിലെ സഞ്ചാര സ്വാതന്ത്ര്യം, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം ശരിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം 21A പരാമർശിക്കുന്നത്. 26 ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 27 കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. ഇതില് ശരിയായത് എന്ന് പറയുന്നത് ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. ഇത് ശരിയായ പ്രസ്താവനയാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. ഈ രണ്ട് ഓപ്ഷനുകളാണ് ശരിയായിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ എ ആണ് ശരിയായത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇത് എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. അപ്പം ഓപ്ഷൻ ഡി ഓൾ ദി എബോവ് ആണ് ശരിയായ ആൻസർ. ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ശരിയാണ്. ഉപരാഷ്ട്രപതി രാജ്യസഭാ അധ്യക്ഷനാണ്. ശരിയാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ശരിയാണ്. ആൻസർ ഓൾ ദി എബോവ് ആണ്. ഭരണഘടനയിലെ 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ചാണ് 73-ാം ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്നത്. ശരിയാണ്. 12-ാം ഷെഡ്യൂളിൽ 73-ാം ഭേദഗതി ഉൾപ്പെട്ടിരിക്കുന്നു. തെറ്റാണ്. 73-ാം ഭേദഗതി ഉൾപ്പെട്ടിരിക്കുന്നത് 11-ാം ഷെഡ്യൂളിലും 74-ാമത്തെ ഭേദഗതിയാണ് 12-ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പൊ തെറ്റാണ് രണ്ടാമത്തത്. ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത് ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന മൂന്നും ശരിയാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓൾ ദി എബോവ് ആണ്, ഓപ്ഷൻ സി. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശരിയായത് ഏത്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. ഇതില് മൂന്നാമത്തത് തെറ്റാണ്. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്വം ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി. ഓൺലി 1 and 2. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ശരിയാണ്. ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. തെറ്റാണ്. ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നില്ല. സംസ്ഥാന ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ്. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ഓൺലി 1 and 3 ആണ് ശരിയായിട്ടുള്ളത്. താഴെ പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത്?
ഇതില് മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ശരീര താപനില നിയന്ത്രിക്കുക എന്നത് ദഹനത്തിന്റെ പ്രൊസീജിയർ അല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി. താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? താഴെ പറയുന്നവയിൽ കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ ഓസ്റ്റിയോപോറോസിസ് ആണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകൾ ആണ്. ഓപ്ഷൻ ബി. ഏത് തരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായി കൊഴുപ്പായി കണക്കാക്കുന്നത്? ഓപ്ഷൻ സി അപൂരിത കൊഴുപ്പ്. 38ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 39 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയാണ് അയോർട്ട. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകൾ ആണ്? എല്ലാവർക്കും അറിയുന്നത് പോലെ ഈഡിസ് ഈജിപ്തി. ഓപ്ഷൻ ബി. ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി. സ്വിറ്റ്സർലാൻഡ് ആണ് ആൻസർ. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ശരിയാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട്. തെറ്റാണ്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. അതും ശരിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ സി 1 and 3. h ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം, അതായത് h/2 സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? ഓപ്ഷൻ ഡി 1:1. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയുടെ ശബ്ദ തരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശുദ്ധജലം, വായു, സമുദ്രജലം. ഇതിന്റെ ആരോഹണ ക്രമത്തിൽ പറഞ്ഞാൽ വായു, ശുദ്ധജലം, സമുദ്രജലം എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? ഓപ്ഷൻ ഡി 1% ആണ്. 46 ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്? സ്പോഞ്ചി അയൺ ഉപയോഗിക്കുന്നത് അമോണിയയുടെ നിർമ്മാണത്തിനാണ്. ഓപ്ഷൻ സി. കലാമിൻ എന്നത് ഏത് ലോകത്തിന്റെ അയിരാണ്? ഓപ്ഷൻ ഡി സിങ്ക്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. അത് ശരിയാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിൻ ആണ്. അതും ശരിയാണ്. അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് നൈട്രജൻ. അത് തെറ്റാണ്. ഹൈഡ്രജന്റെ അറ്റോമിക നമ്പറും മാസ് നമ്പറും സെയിം ആണ്. ഒന്നാണ് അതിന്റെ അറ്റോമിക നമ്പറും മാസ് നമ്പറും എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം എന്ന് പറയുന്നത് ബാംഗ്ലൂർ ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? ഓപ്ഷൻ ഡി പ്രഗ്യാൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ. കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാണ്? ഓപ്ഷൻ ഡി മിഴാവ്. 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി രാമവർമ്മ അപ്പൻ തമ്പുരാൻ ആണ് 1923 രചിക്കപ്പെട്ട ഭൂതരാന്റെ കർത്താവ്. രാമവർമ്മ അപ്പൻ തമ്പുരാൻ. വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ്?
വെട്ടത്ത് സമ്പ്രദായം കഥകളിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഓപ്ഷൻ സി. മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആര്? ആറ്റൂർ രവിവർമ്മ. ഓപ്ഷൻ എ ആണ് ശരി. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം? ഓപ്ഷൻ ബി 1973. 2023 അണ്ടർ 17 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏതു രാജ്യമാണ്? ഓപ്ഷൻ ബി ഇന്തോനേഷ്യ. മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാല സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ സി പ്രിയ AS. സെൻസിറ്റീവായ ബാങ്ക് ഓർ ഓൺലൈൻ പ്ലാറ്റ്ഫോം വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തിയോ അല്ലെങ്കിൽ സ്ഥാപനമോ വിശ്വസനീയവും ആകർഷണീയവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷ് ആണ്. ഇത് ഓപ്ഷൻ സി ഫിഷിംഗ് ആണ്. ഓപ്ഷൻ സി ഫിഷിംഗ്. പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി റൂട്ടർ. ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഡാം ഒരു ഡാഷ് ആണ്. ഒരു മാൽവെയർ ആണ് ഡാം. യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? ഓപ്ഷൻ സി ഓഗ്മെന്റഡ് റിയാലിറ്റി. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ഉറപ്പു നൽകാത്ത അവകാശം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ചൂഷണത്തിനുള്ള അവകാശമാണ്. കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. 1990 ദേശീയ വനിതാ കമ്മീഷന്റെ നിയമത്തിന്റെ 10ാം വകുപ്പിൽ, അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 10ാം വകുപ്പിലാണ് വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. 66 ക്യാൻസൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു: ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന, രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ, മെറ്റീരിയലിലെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. മുകളിൽ പറയുന്നവ എല്ലാം. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് എല്ലാം ശരിയാണ്. അതുകൊണ്ട് മുകളിൽ പറഞ്ഞവ എല്ലാം ആ അവകാശത്തിൽ ഉൾപ്പെടുന്നു. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. അതായത് 30 ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്തണം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയെയും അവർ കുട്ടിയായി പരിഗണിക്കും. ഓപ്ഷൻ എ ആണ് ശരി. ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ രേഖ ശർമ്മ. ഒരു ബഹുഭുജത്തിന്റെ പുറം കോണുകളുടെ തുക അതിന്റെ അകം കോണുകളുടെ തുകയുടെ 2 മടങ്ങാണ് എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങൾ ഉണ്ട്? ഓപ്ഷൻ ബി 3 വശങ്ങൾ ഉണ്ട്. 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര? 12 വശമുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക ഓപ്ഷൻ സി 1800.
258 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500? ഓപ്ഷൻ ഡി 17ാമത്തെ പദത്തിന്റെ വർഗമാണ് 2500. 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 2500 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? ഓപ്ഷൻ ബി 4160. 2 1/2 all square minus 1 1/2 all square is equal to എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 4. 1 into 2, 2 into 3, 3 into 4, എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്ര? ഓപ്ഷൻ സി 440. ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2:3:4 ആയാൽ വലിയ കോൺ എത്ര? കോണളവുകൾ 1:2:3:4 ആയാൽ വലിയ കോൺ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 144. ഒരു സംഖ്യയോട് 1 കൂട്ടിയതിന്റെ വർഗമൂലം 3 ആയാൽ സംഖ്യ എത്ര? ഓപ്ഷൻ സി 80 ആണ് ആൻസർ. ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും വർദ്ധിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും? ഓപ്ഷൻ ഡി 12 മടങ്ങായി വർദ്ധിക്കും. അതായത് ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 മടങ്ങും ഉന്നതി 3 മടങ്ങും ആയി വർദ്ധിച്ചാൽ വ്യാപ്തം 12 മടങ്ങായി വർദ്ധിക്കും. ചിത്രത്തിൽ ACB യുടെ അളവ് 260 ഡിഗ്രി ആയാൽ ആംഗിൾ ACB യുടെ അളവ് എത്ര? ACB യുടെ അളവ് 260 ഡിഗ്രി ആയാൽ ആംഗിൾ ACB യുടെ അളവ് എത്ര? ഓപ്ഷൻ ബി 50 ഡിഗ്രി. 81ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 82. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദി മാനേജർ പോളിസി? എ ഡോഗ് ഇൻ ദി മാനേജർ പോളിസിയുടെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി എ മാൻ ഹു പ്രിവെന്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്. എ മാൻ ഹു പ്രിവെന്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്. അതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. സ്പോട്ട് ദി എറർ. Although he left home early, but he reached school late. No error. ഇതിലെ എറർ ഉള്ള ഭാഗം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ബട്ട് ഹി വേണ്ട, ഹി മാത്രം മതി. Although he left the home early, he reached school late. 84 ക്യാൻസൽ ആയ ക്വസ്റ്റ്യൻ ആണ്. 85. Naveen said, need I go at once? Need I go at once? Change into reported speech. Naveen said if he had to go just then. Naveen asked if I had to go just then. Naveen requested if he had to go just then. Naveen asked if he had to go just then. Option D ആണ് ശരി. Naveen asked if he had to go just then. None of the workmen arrived. Dash. None of the workmen arrived. Option C. Did they? None of the workmen arrived. Did they? 87 ക്യാൻസൽ ആയ ക്വസ്റ്റ്യൻ ആണ്. 88. Dash bird in hand in what two in dash bush. A bird in hand is what two in the bush. ഓപ്ഷൻ ഡി ആണ് ശരി. Is being accused of theft. ഓപ്ഷൻ എ ആണ് ശരി. They have contacted everyone concerned. Change the voice. They have contacted everyone concerned.
everyone have been contacted, everyone concerned have been contacted, everyone concerned has been contacted, everyone concerned is being contacted. Option C, everyone concerned has been contacted. താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏത്? കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും വേണ്ട അവസരങ്ങൾ നൽകേണ്ടതാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനോടൊപ്പം കളിക്കുന്നതിനുമുള്ള അവസരം കൂടി നൽകേണ്ടതാണ്. ഇതിൽ ശരിയായിട്ടുള്ളതെന്ന് പറഞ്ഞത് ഓപ്ഷൻ സി ആണ്. കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ എ സ്വാമികൾ ആണ്. വേദത്തെ സംബന്ധിച്ച് ശരിയായ ഒറ്റപ്പദം ഏത്? വേദത്തെ സംബന്ധിച്ച് എന്ന് പറയുന്നതിന്റെ ശരിയായ ഒറ്റപ്പദം ഓപ്ഷൻ എ വൈദികം ആണ്. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദമാണ് ശാശ്വതം. ഓപ്ഷൻ ബി. താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ? നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ നിലാവ്, ചന്ദ്രിക, കൗമുദി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓപ്ഷൻ എ നിലാവ്, ചന്ദ്രിക, കൗമുദി. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് കണ്ടെത്തുക. അമ്പലം വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ മുഴുവൻ കൊള്ളയടിക്കുക. ഓപ്ഷൻ എ ആണ് ശരി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. ഭഗവത്ഗീത എന്നാണ് അവർ തന്നിരിക്കുന്നത്. അതിൽ ശരിയായി എഴുതിയിരിക്കുന്ന പദം ഏതാണ് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ശരിയായി എഴുതിയിരിക്കുന്ന ഭഗവത്ഗീത ഓപ്ഷൻ സി ആണ്. വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്തെഴുതിയിരിക്കുന്നത് ഏതാണ്? വിണ്ടലം എന്ന് ശരിയായി ചേർത്തെഴുതിയിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് വിൺതലം. തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദങ്ങൾ ഏത്? തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടക പദങ്ങൾ ഓപ്ഷൻ സി തലയിലെ വേദന. തലയുടെ വേദനയല്ല, തലയും വേദനയുമല്ല, തലയ്ക്കുള്ള വേദനയല്ല, തലയിലെ വേദനയാണ് ശരി. ഓപ്ഷൻ സി. ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? ഓപ്ഷൻ ബി മാലേയം.